ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ കാലുകുത്തുന്നത് വരെ ഇവിടെ വന്ന എല്ലാ ഗവർണർമാരും ഗവർണറുടെ പ്രതിനിധിയായി സർവകലാശാലകളിലേക്ക് അയക്കുന്നത് ചീഫ് സെക്രട്ടറിമാരെയാണ്. അതായത് സംസ്ഥാനത്ത് CPMന്റെ ഭരണമുള്ളപ്പോഴും അല്ലാത്തപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിക്ക് സർവകലാശാലകൾ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ ദുരന്ത ഫലം? ഇന്ന് ചില മാധ്യമങ്ങളടക്കം ഗവർണറെ, മാധ്യമപ്രവർത്തകർ വളരെ മോശമായ വാക്കുകളിൽ ഗവർണറെ വിമർശിക്കുന്നത് കണ്ടു. ഇതേ മാധ്യമങ്ങൾ തന്നെയല്ലേ ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കുമ്പോൾ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമിച്ചതിന്റെ പേരിൽ വാർത്തകൾ കൊടുത്തത്? പ്രൊഫസർമാരെയും അസിസ്റ്റന്റ് പ്രൊഫസർമാരെയും അധ്യാപകരെയും രജിസ്ട്രാർമാരെയും VC-മാരെയും ഒക്കെ നിയമിക്കുന്നതിൽ പാർട്ടി ഓഫീസിൽ നിന്നുള്ള നിയന്ത്രണം, അവിടുത്തെ കത്തുമായിട്ട് വന്ന് അവരെയൊക്കെ നിയമിക്കുന്നതിനെതിരായിട്ട് നമ്മൾ വാർത്ത കൊടുത്തത്? രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കളെ അനധികൃതമായി സർവകലാശാലകളിൽ തിരികെ കയറ്റുന്നത് നാം കണ്ടതല്ലേ, നമ്മളെല്ലാവരും വാർത്തയാക്കിയതല്ലേ? അതെല്ലാം അവസാനിക്കാൻ പോകുന്നു. AKG സെന്ററിൽ നിന്നുള്ള ഭരണം കേരളത്തിലെ സർവകലാശാലകളിൽ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ വേവലാതിയുടെ അടിസ്ഥാനം. അല്ലാതെ എന്താണ് ഗവർണർ ചെയ്തത്? കേരളത്തിലെ സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം തിരിച്ചുപിടിക്കാൻ പോകുന്നു. ചരിത്രത്തിലാദ്യമായി ഒരു ഗവർണർ, കേരളത്തിൽ ആദ്യമായിട്ട്. ഇന്നേ വരെ ഒരു ഭരണഘടനാ തലവനും ശ്രമിക്കാത്ത ഒരു കാര്യം ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ധീരമായി അതിനുവേണ്ടി ശ്രമിക്കുന്നു. എല്ലാവരും അതിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ പൊതുസമൂഹത്തും അതിന് അനുകൂലമാണ്. സർവകലാശാലകളുടെ സ്വയംഭരണം പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യം തെറ്റായിട്ടുള്ളതാണോ? ഗവർണറെ സർവകലാശാലകളിൽ നിന്ന് ആട്ടി ഓടിക്കാൻ സർക്കാർ ശ്രമിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ പോയി ഗവർണറെ മൂക്കിൽ കയറ്റിക്കളയാമെന്ന് വിചാരിച്ച് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ എവിടെയായിരുന്നു മുഖ്യമന്ത്രി? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ വ്യക്തമായി സർവകലാശാലകളുടെ അധികാരം ഗവർണർക്ക് തന്നെയാണ്, ചാൻസലർക്ക് തന്നെയാണ്, സർക്കാരിനല്ല എന്ന് വളരെ വ്യക്തമായിട്ടും പറഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഈ വെപ്രാളം? അപ്പൊ ഇവിടെ വേവലാതി ഉണ്ടാവുന്നത് സർക്കാരിനാണ്, CPMനാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം, UDF ഭരിക്കുന്ന കാലത്ത് പോലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുഴുവൻ നിയന്ത്രണവും CPMനായിരുന്നു, അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്കായിരുന്നു. അതാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഇപ്പോ കാലിക്കറ്റ് സർവകലാശാലയിലും കണ്ണൂർ സർവകലാശാലയിലും കേരള സർവകലാശാലയിലുമൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടായി. ഒരു സെനറ്റ് പുനഃസംഘടിപ്പിക്കുമ്പോഴേക്കും ഈ വേവലാതി ഉണ്ടായി. ഇനി എല്ലാ സെനറ്റുകളും പുനഃസംഘടിപ്പിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ അതിനു മുമ്പ് തെരുവ് യുദ്ധം നടത്തി ഗവർണറെ ഭീഷണിപ്പെടുത്തി മറ്റ് സർവകലാശാലകളിൽ ഇടപെടാതിരിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കമാണ് CPM നടത്തുന്നത്. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെ തെരുവിലിറക്കി ഒരു വലിയ സമരം നടത്തി ഗവർണർ മറ്റ് സർവകലാശാലകളിൽ ഇടപെടുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണിത്. പക്ഷേ ഈ ഗവർണർ, നിങ്ങൾക്ക് ആള് മാറിപ്പോയി ശ്രീ പിണറായി വിജയൻ. നിങ്ങൾ മറ്റ് പലരെയും സ്വാധീനിച്ചെടുക്കുന്നത് പോലെ സ്വാധീനിക്കാൻ കഴിയാത്ത വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്.